Hey, down in front. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ്. ഏട്ടനെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. ഏട്ടൻ വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്ലാനിങ്ങിലിരിക്കുകയായിരുന്നു. അർജൻറ്റായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ അർജൻറ്റായിട്ട് പർച്ചേസ് ചെയ്യാനുള്ളത് കാരണം എന്തായാലും ഞാൻ ഇറങ്ങിയേ പറ്റുള്ളൂ. ജേർണലിസ്റ്റുമാരുടെ വൈഫിനൊക്കെ എൻ്റെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. വന്നിട്ട് പോകാമെന്ന് പറയും. ചിലപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വരുന്നത്. അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടികൾ നടക്കത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള അർജൻറ്റ് കാര്യങ്ങൾക്ക് ഞാൻ എന്തായാലും ഓടിയേ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ കുറച്ചൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പരിപാടികളെല്ലാം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഒരുപാട് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതെല്ലാം മാറി ഇന്ന് എന്തായാലും പർച്ചേസിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എപ്പോൾ എത്തുമെന്ന് കൂടെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് മാക്സിമം ഫാസ്റ്റായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ എന്തായാലും നോക്കാം, പറ്റുന്നത്ര വീഡിയോസൊക്കെ എടുക്കാം. രാവിലെ എഡിറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏകദേശം ആയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇന്നലെ പവർ ബാങ്ക് ചാർജിനിട്ടിരുന്നത് കാരണം പവർ ബാങ്കും കൂടെ കൊണ്ടുപോകാം, എന്നാലേ വീഡിയോ ഷൂട്ട് ചെയ്യാനെങ്കിലും നടക്കുകയുള്ളൂ. അപ്പോൾ ലെറ്റ്സ് ഗോ. രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഈ പർച്ചേസിങ്ങിന് മഴ സമയത്ത് പോകുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. പവർ ബാങ്ക് എടുക്കാൻ നമുക്കങ്ങനെ ഷോപ്പിലേക്ക് പോകാം. ഷോപ്പ് തൊട്ട് താഴെയാണ് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പവർ ബാങ്കൊക്കെ ചാർജ് ചെയ്ത് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. പവർ ബാങ്കൊക്കെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഷൂട്ടിങ്ങൊക്കെ ഉള്ളത് കാരണമാണ്. അപ്പോൾ ഇന്നലെ ബാങ്ക് ചാർജ് കുറവാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി ഇതിൻ്റെ കണക്ടറും കൂടെ നോക്കണം. ഇന്നലെയൊക്കെ ഇരുന്ന് ചെയ്തു വെച്ച കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസാണ്. ഇന്നും കുറച്ച് ക്രിസ്മസ് സ്പെഷ്യലൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് എല്ലാ പ്ലാനിങ്ങും തകിടം മറിഞ്ഞ് ഷോപ്പിംഗ് വന്നത്. അങ്ങനെ ഒരുവിധം ചാർജിങ് കേബിളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഷോപ്പിലാണ് കേട്ടോ ഇതൊക്കെ വച്ചിരിക്കുന്നത്. ബ്ലോഗ് ചെയ്ത് പരിചയമില്ലാത്തത് കാരണം റോഡിൽ എല്ലാവരും നോക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല നാണക്കേട് തോന്നുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഡോറിൻ്റെ പുറകിൽ നിന്നാണ് ഇനി ഷൂട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്താ സംസാരിക്കുന്നതെന്നൊക്കെ അവർ ചിന്തിക്കില്ലേ. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോകണം, ബാഗ് എടുക്കണം, ഇറങ്ങണം. ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹയ മുന്നേ എത്തണം എന്നൊക്കെയാണ് എൻ്റെ പ്ലാൻ. അല്ലെന്നുണ്ടെങ്കിൽ അവൾ ചിലപ്പം അലുമ്പായിരിക്കാമോ എന്നൊന്നും അറിയില്ല. ചില ദിവസം നല്ല മൂടാണെങ്കിൽ ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞ് ഓടി വരും. അപ്പം ഞാനില്ലാന്ന് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് അമ്മയുടെ അടുത്ത് പറയാൻ വന്നിട്ട് അമ്മ ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരിതിലാണ്. പക്ഷേ നമ്മളുടെ കാര്യങ്ങളും ഒരു വഴിക്ക് നടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പോകാം. ഏട്ടൻ എന്തായാലും തേച്ചു എന്ന് വേണം പറയാം. ഏട്ടൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ വരും, നീ വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന്. പല ദിവസവും ഇതുപോലെയാണ്. ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെൻറ്റ് പറഞ്ഞു പോയെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് നല്ല ദേഷ്യം വരും. പിന്നെ കാരണം എൻ്റെ എല്ലാ കാര്യങ്ങളും അതോടെ എല്ലാവരും പറയും ഇങ്ങനെ എന്തെങ്കിലും ഡേ പ്ലാൻ തയ്യാറാക്കുമല്ലോ തലേ ദിവസം. അങ്ങനെ ഞാൻ ഡേ പ്ലാൻ എല്ലാം തയ്യാറാക്കി വലിയ കാര്യത്തിന് വെക്കും. എന്നൊക്കെ ഞാൻ ഡേ പ്ലാൻ തയ്യാറാക്കി വെക്കും. അന്നെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് പിറ്റേ ദിവസം വേറെ പരിപാടികളായിരിക്കും. എന്തായാലും സമയം താമസിച്ചു, മഴയാണ്, പോകാം. അങ്ങനെ കാത്തു നിന്ന് KSRTC ബസ് കിട്ടിയിട്ടുണ്ട്. ബസ്സിനകത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഞാൻ കയറിയ സീറ്റിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് വെള്ളമായിരുന്നു. പിന്നെ അവിടെ ഞാൻ കോടയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ചെന്ന് ഈസ്റ്റ് ഫോർട്ട് ഇറങ്ങിയിട്ട് ഞാൻ അവിടെ ചെന്ന് നിന്നൊന്ന് ആലോചിക്കും 2 മിനിറ്റ് എങ്ങോട്ട് പോകണം എന്ന്, ലെഫ്റ്റ് ഓർ റൈറ്റ്. പിന്നെ ഞാൻ ചിന്തിച്ചു, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ചാലയിൽ പോകാം, റൈറ്റ് പോയാൽ അട്ടക്കുളങ്ങര രാമചന്ദ്രൻ. ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഈ മഴ സമയത്ത് ഞാൻ ആകെ മുഷിയും ടയേർഡാവും. റൈറ്റ് ആണെങ്കിൽ അത്രത്തോളം പ്രോബ്ലം ഇല്ല, മഴയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ എന്തായാലും റൈറ്റിലോട്ട് തന്നെ പോകാം. അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ വന്ന ഒരു ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ പോകണം എന്നൊന്ന് പറഞ്ഞ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഈ അഡ്വഞ്ചറസ് പാർക്കിലേക്ക് റൈഡിൽ കയറുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ആ ഓട്ടോയ്ക്കകത്തിരുന്നത്. ഞാൻ അതിനകത്തിരുന്നിട്ട് കൊടുക്കാനായിട്ട് പൈസയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോലും നടക്കുന്നുണ്ടായിരുന്നില്ല. പുള്ളി തട്ടിയില്ല എന്ന് പറഞ്ഞ് പല വണ്ടികളുടെ ഇടയിലൂടെ എന്നെ കൊണ്ടുവന്നുണ്ടായിരുന്നു. ഒന്ന് സ്പീഡ് കുറയ്ക്കാമോ ചേട്ടാ എന്നെനിക്ക് ചോദിക്കണമെന്നുണ്ട്. പിന്നെ ഞാൻ നന്നായിട്ട് മുറുക്കെ പിടിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അതിനിടയിൽ ഒന്ന് ജസ്റ്റ് സ്ലോ ആയപ്പോൾ എപ്പോഴോ ഞാൻ കൊടുക്കാനുള്ള പൈസയൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ രാമചന്ദ്രൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നല്ല തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ രാമചന്ദ്രൻ എത്തി. പിന്നെ നമ്മളുടെ ബാഗ് ടൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ നനഞ്ഞ കുട ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പാക്കറ്റ് വാങ്ങണം. അങ്ങനെ അതെല്ലാം ഇട്ട് ഞാനങ്ങനെ രാമചന്ദ്രനിലേക്ക് പർച്ചേസിങ്ങിന് കയറി കേട്ടോ.
അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. ഡ്രസ്സിൻ്റെ സെക്ഷനിലൊന്നും ഞാൻ കയറി നിൽക്കുന്നതേ ഇല്ല, കാരണം നമ്മൾ ഫാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ വന്നതാണ്. എനിക്ക് പോകേണ്ടത് ക്രോക്കറിയുടെ സെക്ഷനിലാണ്. അങ്ങനെ ഞാൻ അവിടെ കയറിയിട്ട് ആദ്യമൊക്കെ ഒന്ന് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ നോക്കുന്ന പതിവുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഞാനൊന്ന് നോക്കി. പിന്നെ ഇതിൻ്റെ വ്ളോഗ് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉള്ളത് കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പതിവായിട്ട് ഇങ്ങനെയുള്ള മിനി ക്യൂട്ട് ഐറ്റംസൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ ചില ഷോപ്സിൽ നമ്മൾ കാണുമല്ലോ, നമ്മൾ പോകുമ്പോൾ സ്റ്റാഫ്സ് നമ്മൾ എന്തോ എടുത്തുകൊണ്ട് ഓടാൻ നിൽക്കുന്നത് കണക്ക് നമ്മുടെ പിറകെ എന്ത് വേണം ചേച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഞാനങ്ങനെ ആ സെക്ഷനിൽ നിന്ന് മാറി വേറൊരു സെക്ഷനിൽ ചെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ അതിനിടയിൽ ഞാൻ ട്രോളി പോയി എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള 1-2 ഐറ്റംസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ക്രിസ്മസ് ഈവല്ലേ, വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെഡിമെയ്ഡ് പുൽക്കൂട് എനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് എടുത്ത് വെച്ചപ്പോൾ നല്ല ചെറിയ സൈസും കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ട അങ്ങനെ ഞാൻ എൻ്റെ റേറ്റൊക്കെ നോക്കുകയാണ്. അങ്ങനെ അവിടെ കണ്ടതിൽ കുറച്ച് ഇഷ്ടപ്പെട്ട ഐറ്റംസ്, ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. പിന്നെ ഇതാണ് അവിടുത്തെ ക്രിസ്മസ് സീസണൽ സെയിലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. കാരണം ഇത്രയും സമാധാനത്തോടെ ഷൂട്ട് ചെയ്യുന്നതിന് കാരണമെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചു പോയ ഐറ്റംസ് ഏകദേശമൊക്കെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ ഒറ്റയ്ക്കുള്ള ഷോപ്പിംഗ് ഒരു ബോറ് പരിപാടിയല്ലേ എന്ന്. സത്യത്തിൽ അതൊരു ബോറ് പരിപാടിയാണ്. എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കേസായിരുന്നു. പിന്നെ നമ്മളുടെ സാഹചര്യം കൊണ്ട് നമ്മൾ എല്ലാത്തിനുമായിട്ട് യൂസ്ഡ് ആയല്ലേ പറ്റും. പിന്നെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കഴിയാം. പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടിന് വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണമാണ് ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ എൻ്റെ ടൈമിന് എനിക്ക് പോയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ടൈമിന് തിരിച്ച് വരാനായിട്ട് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അങ്ങനെ അതിങ്ങനെ ബില്ല് ചെയ്തിട്ട് വാങ്ങാനായിട്ട് പോവുകയാണ്. സംഭവം ആ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് നല്ല വിശന്നു. പിന്നെ എന്തായാലും അട്ടക്കുളങ്ങര വന്നതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് എന്താണ്. പിന്നെ നേരെ ഫുഡ് കോർട്ടാണ് എൻ്റെ ലക്ഷ്യം. നേരെ ഫുഡ് കോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ലിഫ്റ്റിന് വെയിറ്റ് ചെയ്യാണ്. ട്രോളിയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എനിക്ക് ഫുഡ് കളക്ട് ചെയ്യാനും ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇതെല്ലാം മാനേജ് ചെയ്യാൻ ആ ട്രോളിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമാണെന്ന് തോന്നി. പിന്നെ ഞാനിങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴാണ് കണ്ടത് 4th ഫ്ലോറിൽ പുതിയതായിട്ട് അവിടെ ഒരു പാർലറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ അകത്തോട്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇരുന്നപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെ ലിഫ്റ്റിൽ കയറി നമ്മൾ ഫുഡ് കോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് നോക്കുകയാണ് എന്ത് ഓർഡർ ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് നൂഡിൽസും ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തപ്പോൾ അതൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗോ ഫോർ ദോശ. അങ്ങനെ ഇവിടെ നല്ല ദോശ കിട്ടും. ദോശയും ഒരു ബ്ലാക്ക് കോഫിയും ഓർഡർ ചെയ്തു. അങ്ങനെ നല്ല നട്ടുച്ചയ്ക്ക് നല്ല ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും ബ്ലാക്ക് കോഫിയും ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇറങ്ങി. മുന്നെയൊക്കെ ഞാൻ പർച്ചേസിങ്ങിന് ഇറങ്ങുമ്പോൾ ഫുഡൊന്നും കഴിക്കാതെ വരും കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ എനിക്ക് പണി കിട്ടും, നല്ല തലവേദനയും പിന്നെ വയ്യായ്ക വരും. അപ്പോൾ പിന്നെ ഹെൽത്തും കൂടെ നമ്മൾ അതിനോട് മാനേജ് ചെയ്യണം. അങ്ങനെ അത് കഴിച്ചിട്ട് ഞാൻ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഹൈക്ക് കുറച്ച് ദിവസമായിട്ട് നൂഡിൽസ് വേണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു നൂഡിൽസും കൂടെ വാങ്ങിയിട്ട് അതും ബില്ല് ചെയ്ത് വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും പർച്ചേസ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. ഇതിന് വേണ്ടിയിട്ട് ഇനി വെപ്രാളപ്പെട്ട് ഓടണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിരുന്നു. ഇനിയിപ്പോൾ ഏട്ടാ വൈകുന്നേരം വരുമ്പോഴും ആ തിരക്കിന് ഇടയിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പോൾ പിന്നെ സമാധാനത്തോടെ വീട്ടിൽ ഇരിക്കാമല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിലിരിക്കുകയായിരുന്നു. പക്ഷേ പതിവ് പോലെ തന്നെ ആയിരുന്നു. പുള്ളി വിളിച്ചു പറഞ്ഞ് ഇന്ന് വരാൻ പറ്റത്തില്ല, അവിടെ സമ്മേളനം കഴിഞ്ഞിട്ടില്ല, ഭയങ്കര തിരക്കാണെന്ന് പറഞ്ഞു. എന്തായാലും പർച്ചേസിങ് കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. 4 മണിയൊക്കെ ആയപ്പോൾ വന്നിട്ട് കുറച്ച് സമയം കൂടുതൽ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന്. അന്ന് രാത്രി 10 മണിക്ക് തന്നെ തിരിച്ചു പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ന്യൂസൊക്കെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ബിസി ഡേ ഷോപ്പിംഗ്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈസ്റ്റ് ഫോർട്ട് വന്ന് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും താങ്ക് യു.